ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം. രചയിതാവ് തുളസി കോട്ടുകൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കേൾക്കുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്ത് പ്രിയപ്പെട്ടവർക്കായി ഷെയർ കൂടി ചെയ്യുക. ഇന്നത്തെ ഭാഗത്തിലേക്ക്, കഴിഞ്ഞ ദിവസം കുബ്ജയുടെ പുണ്യം എന്ന ഭാഗമാണ് കേൾപ്പിച്ചിരുന്നത്. അത് മുഴുവനായിരുന്നില്ല. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ ഭാഗത്തിലൂടെയും കേൾപ്പിക്കുന്നത്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കുബ്ജയുടെ പുണ്യം തുടർച്ച. യാഗശാലയിൽ നിന്നവരുടെ ശ്രവണശക്തി കുറേ നേരത്തേക്ക് നഷ്ടപ്പെട്ടു. അവർ പരസ്പരം പറഞ്ഞതൊന്നും ആരും ശ്രവിച്ചില്ല. ചുണ്ടുകൾ അനങ്ങുന്നത് മാത്രം എല്ലാവരും കണ്ടു. എന്താണെന്നറിയാതെ ജനങ്ങൾ യാഗശാലയിലേക്ക് തിക്കിത്തിരക്കി. ആ ബാലൻ അക്രമിയാണ്, അവനെ പിടിച്ചുകെട്ടു, ചാപരക്ഷികളായ ഭടന്മാരുടെ നേതാവ് പറഞ്ഞു. വില്ലിൻ്റെ ശബ്ദം കംസനും കേട്ടിരുന്നു. എന്താണ് നിസ്വനമെന്നറിയാതെ പരുങ്ങി അന്വേഷണത്വരയോടെ ഇരിക്കുകയായിരുന്നു കംസൻ. അപ്പോഴാണ് ചാരന്മാർ ഓടി വന്നത്. അവർ പറഞ്ഞു, പ്രഭു ക്ഷമിക്കണം, വൃന്ദാവനത്തിൽ നിന്നും വന്ന അക്രമിയായ ബാലൻ നമ്മുടെ പൂജാചാപം ഒടിച്ചു. മധുരയ്ക്ക് താഴ്ചയാണ് വന്നിരിക്കുന്നത്. അവനെ പിടിച്ചുകെട്ടി രക്ഷികൾ ഇക്ഷണം ഇവിടെ എത്തിക്കും. മധുരേശന്റെ മനം കിടുങ്ങി. അക്രമിയായ ബാലനെ ബന്ധിക്കുവാൻ രക്ഷികൾക്ക് കഴിയുമോ? അതുല്യ ബലവാന്മാരായ 5000 ഭടന്മാർ ഒന്നിച്ചു മുതിർന്നാൽ പോലും തെല്ലനക്കുവാനാവാത്തതാണ് ആ പള്ളിവില്ല്. അതെടുത്ത് ഒടിക്കുവാൻ ഒരു ബാലന് കഴിഞ്ഞുവെന്നോ? അവന് എത്ര വയസ്സായി കാണും? ഏറിയാൽ 10. അവൻ ഗോവർദ്ധനഗിരി കുടയാക്കിയെന്നല്ലേ ചാരന്മാർ പറയുന്നത്? ശരിയായിരിക്കാം. കാളിയനെ മർദ്ദിച്ചൊതുക്കിയവന് ഗോവർദ്ധനം നിസ്സാരം തന്നെ. ആ ബാലനെ എതിർത്ത് നിൽക്കുവാൻ ചാപരക്ഷികൾക്ക് കഴിയുമോ? മധുരേശന്റെ ചിന്ത ചിതറിപ്പരന്നു. ആ സമയം യാഗശാലയിൽ ശ്രീകൃഷ്ണന്റെ സമീപത്തേക്ക് ഭടന്മാർ പാഞ്ഞടുത്തു. പക്ഷെ ആരും എതിർത്തില്ല. ആ പള്ളിവില്ല് എത്ര നിസ്സാരമായാണ് ശ്രീകൃഷ്ണൻ എടുത്ത് ഒടിച്ചത്. എങ്കിലും കംസനോടുള്ള ആദരവ് മൂലം ഭടന്മാർ ഹരിയെ പിടിച്ചു കെട്ടുവാൻ മുതിർന്നു. ശ്രീകൃഷ്ണൻ അവരുടെ ഉദ്ദേശം മനസ്സിലാക്കി പറഞ്ഞു, നിങ്ങൾ വെറുതെ മരണം പോകരുത്. കംസന്റെ ആജ്ഞ ഇതിൽ കാണുകയുമരുത്. ഭവനങ്ങളിലേക്ക് മടങ്ങുക, അതാണ് നിങ്ങൾക്ക് നല്ലത്. സൈന്യങ്ങളുടെ അധിപൻ പറഞ്ഞു, നീ കാണിച്ചത് ധിക്കാരമാണ്. പൂജ്യമായ ഒരു വസ്തു നശിപ്പിച്ചു. മധുരയെയും മധുരേശനെയും ധിക്കരിച്ചു. നിന്നെ വെറുതെ വിടാനോ? രചകനല്ല സൈനികനെന്ന് നീ അറിയുകയും വേണം. ശ്രീകൃഷ്ണൻ പറഞ്ഞു. അനാവശ്യ മരണം ഒഴിവാക്കുവാൻ പറഞ്ഞുവെന്നേ ഉള്ളൂ. ഒന്നുമറിയാത്ത ഈ സാധാരണ ഭടന്മാരെ കാലപുരിയിൽ അയക്കരുത്. രാജാവ് മനുഷ്യജീവൻ കൊണ്ട് പന്താടരുത്. ഉപസൈന്യാധിപന്റെ നേതൃത്വത്തിൽ സൈന്യങ്ങൾ കൃഷ്ണനെ പൊതിഞ്ഞു. കൃഷ്ണനും ബലരാമനും മുറിഞ്ഞുകിടന്ന വില്ല് പിന്നെയും ചവിട്ടി ഒടിച്ചു. ഓരോ കഷ്ണം കരത്തിലേന്തി നിന്നു. ഉപസൈന്യാധിപൻ വാളുമായി അവർക്കു നേരെ ചാടി വീണു. കൃഷ്ണൻ പുഞ്ചിരിച്ചു. ഒരു നിമിഷം കൊണ്ട് അവൻ്റെ ആയുധം തെറിപ്പിച്ചു. കുതിച്ചു വന്നവൻ ക്ഷണത്തിൽ നിലത്ത് വീണുരുണ്ടു. കൃഷ്ണൻ അവനെ അടിച്ചു കൊല്ലുകയും ചെയ്തു. രക്ഷികൾ വാളുമായി ചിതറി വന്നു. ഭഗവാൻ കൂസലേന്യെ അവരെ വീക്ഷിച്ചു. പിന്നീട് ഓരോരുത്തരെയായി അടിച്ചു വീഴ്ത്തി. തല്ലേറ്റ് തല തകർന്ന കബന്ധങ്ങൾ കൂനകളായി. ശവശരീരങ്ങളിൽ ചവിട്ടി നിന്ന് കൃഷ്ണൻ ശേഷിച്ച സൈന്യങ്ങളെയും സംഹരിച്ചു. 5000 ഭടന്മാരും നിമിഷം കൊണ്ട് കാലപുരി കാണുവാൻ തിരിച്ചു. ജനങ്ങൾ അസ്തപ്രജ്ഞരായി ആ രംഗം നോക്കി നിന്നു.
അത്ഭുതകരമായ ഈ പരാക്രമം കണ്ട് ഭയന്ന ഏതാനും ഭടന്മാർ ഒരുവിധം യാഗശാലയിൽ നിന്നും പുറത്തു ചാടി. അവർ കംസന്റെ കൊട്ടാരത്തിലേക്ക് ഓടി. കൃഷ്ണനെ അവഗണിച്ച് ഹോമം നടത്തിയിരുന്ന ഋത്വിക്കുകളും ഭയന്ന് യാഗശാലയുടെ ഒരു വശത്ത് ഒതുങ്ങി. നിശബ്ദത തളം കെട്ടി നിൽക്കുന്ന യാഗശാലയെ നിരീക്ഷിച്ച ശേഷം ശ്രീകൃഷ്ണനും ബലരാമനും പുറത്തു വന്നു. കല്ലേറുകൊണ്ട കടന്നൽക്കൂട് പോലെ ജനം ഇളകി. അവർ കേശവനോടൊപ്പം തിരിച്ചു. ഹരിയെ മധുരയുടെ ഉദ്ധാരകനായി തന്നെ ജനങ്ങൾ കണ്ടുകഴിഞ്ഞു. 5000 ഭടന്മാർക്ക് പോലും പ്രയാസപ്പെട്ട് മാത്രം ഇളക്കുവാൻ കഴിയുന്ന വില്ലൊറ്റയ്ക്കെടുത്ത് മുടിച്ചവന് ഒരാളെ വധിക്കുവാനാണോ പ്രയാസം? കംസന്റെയും സുഹൃത്തുക്കളുടെയും ക്രൂരത അവസാനിക്കുവാൻ കാലമായി. മധുരയുടെ തെരുവിൽ ഓരോ കോണിലും ഇതുതന്നെയാണ് സംസാരം. സന്ധ്യ കഴിഞ്ഞു. കണ്ണൻ അതിഥി മന്ദിരത്തിൽ നിന്നും അത്താഴമുണ്ട് മധുര കാണുവാനിറങ്ങി. മധുരയുടെ മുഖം തെളിഞ്ഞിരിക്കുന്നു. ജനങ്ങളിൽ പ്രസന്നത കളിയാടുന്നു. സുരക്ഷിത ബോധം അവരിൽ തുടിച്ചു നിൽക്കുന്നു. എന്നാൽ കാറ്റ് പ്രതികൂലമായിട്ടാണ് വീശുന്നത്. അശുഭ പക്ഷികൾ ചിലയ്ക്കുന്നു. നായ്ക്കൾ മോങ്ങുന്നു. അതിഥി മന്ദിരത്തിന് ചുറ്റും വമ്പിച്ച ജനാവലിയുണ്ട്. ശ്രീകൃഷ്ണൻ ബലരാമനോട് പറഞ്ഞു, ഈ ജനക്കൂട്ടമാണ് നമ്മുടെ ബലം, കംസന്റെ ദൗർബല്യം. ഇവർ ഒരർത്ഥത്തിൽ കംസനെ വെറുക്കുന്നു. നമ്മളെ സ്നേഹിക്കുന്നത് കംസന്റെ ക്രൂരത കൊണ്ടാണ്. നാളെ വൈകും വരെ ഇവരെ നമ്മോടൊപ്പം നിർത്തണം. അത്ഭുതകരമായ കർമ്മം കൊണ്ടേ അതിനു കഴിയൂ. ഭയവും ഭക്തിയും വിശ്വാസവുമാണ് ഒരു ജനക്കൂട്ടത്തെ പിടിച്ചു നിർത്തുവാൻ കഴിയുന്ന ഉപാധികൾ. കേശവൻ ഇങ്ങനെ പറഞ്ഞതിനു ശേഷം അവർ മധുരയുടെ തെരുവിലൂടെ നടക്കുവാൻ തുടങ്ങി. തെരുവിൻ്റെ ഇരുവശത്തും ഉള്ള വാതായനങ്ങളിലൂടെ കുളിരുള്ള കാറ്റേറ്റ് കാരകിൽ ധൂമം കൊണ്ട് കബരിയുണക്കിയ കാർകുഴലിമാർ കൃഷ്ണനെ മതിവരാതെ നോക്കി. കണ്ണനും പുഞ്ചിരിയുടെ തുഞ്ചെറിഞ്ഞ് അവരുടെ മനസ്സിളക്കി. ശ്രീഹൃദയന്റെ പിന്നിൽ ഒരു ജനസമുദ്രം തന്നെയുണ്ട്. അമ്പരചുംബികളായ സൗധങ്ങളിൽ നിന്നും നൃത്തകലാകോവിദരുടെ ചിലമ്പൊലികൾ ഉയരുന്നു. വൈണികരുടെ ഗാനാലാപം അന്തരീക്ഷത്തിൽ മധുരം നിറയ്ക്കുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ജനങ്ങളുടെ നിലവിളി ഉയർന്നു. ഹാ ഹാ! പ്രലാപം അന്തരീക്ഷത്തിൽ ഭയം ജനിപ്പിച്ചു. മുമ്പോട്ട് നടന്ന ശ്രീകൃഷ്ണനും ബലരാമനും പെട്ടെന്ന് നിന്നു. എന്താണ് ഉണ്ടായതെന്നറിയാതെ അവർ ആകാംക്ഷാഭരിതരായി. ജനങ്ങളിൽ നിന്നും നിലവിളി ഉയരുകയാണ്. ബലരാമൻ മുമ്പേയും കണ്ണൻ പുറകെയുമായി. അവർ ജനങ്ങളെ വകഞ്ഞു മാറ്റി ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു. രക്തമണിഞ്ഞ് ശരീരം മുറിഞ്ഞു വാരിയ ഏതാനും ആളുകൾ ബലരാമന്റെ പാദത്തിൽ വീണു കഴിഞ്ഞു. എന്താണുണ്ടായത്? വേഗം പറയൂ! ഭയന്ന് നാവിറങ്ങിയ അവർ മുന്നോട്ട് ചൂണ്ടിക്കാണിച്ചു. ബലരാമനും കേശവനും അവിടേക്ക് നോക്കി. ജനക്കൂട്ടത്തിലേക്ക് ഒരു കുതിരവണ്ടി കയറി വരുന്നു. കുതിരകൾ മനുഷ്യരെ തട്ടിത്തെറിപ്പിക്കുന്നു. സാരഥി ചാട്ടകൊണ്ട് ജനങ്ങളെ തലങ്ങും വിലങ്ങും പ്രഹരിക്കുന്നു. അടിയേറ്റ് പുളയുന്ന ചിലർ നിലത്തു പതിക്കുന്നു. തേർച്ചക്രം ഉരുണ്ട് അവർ രണ്ടാവുന്നു. ഭീകരമായ ഈ കാഴ്ച കണ്ട് മറ്റുള്ളവർ ആർത്ത് കരയുന്നു. ബലരാമനും മുകുന്ദനും ആൾക്കൂട്ടത്തിൽ ഊളിയിട്ടു. നിമിഷം കൊണ്ടവർ തേരിൻ്റെ മുൻപിൽ പൊങ്ങി. വണ്ടി നിർത്തൂ! ബലരാമന്റെ മേഘനിർഘോഷ ശബ്ദമുയർന്നു. ആ കണ്ണുകൾ ചെമ്പരത്തി പോൽ ചുവന്നു. പെട്ടെന്ന് നിശബ്ദത പരന്നു. വണ്ടി ഓടിച്ചിരുന്ന സാരഥിയെ കലപ്പ കൊണ്ട് തോണ്ടിയെടുത്ത് ബലരാമൻ ഒറ്റ ഏറ് വെച്ചു കൊടുത്തു. അന്തരീക്ഷത്തിൽ ഉയർന്ന അവൻ നിലത്ത് പതിച്ചു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ അവൻ തെരുവിൽ ചത്ത പാറ്റ പോലെ പറ്റിച്ചേർന്നു. മൂടിയ മേനാവ് തുറന്ന് ഒരു യുവാവ് കോപരക്താക്ഷനായി പുറത്തു വന്നു. ബലരാമൻ അലറി, ജനക്കൂട്ടത്തിലേക്ക് തേരോടിക്കുവാൻ നീയാര്? യുവാവ് പൊട്ടിച്ചിരിച്ചു. ദിക്കുകളിൽ തട്ടി ചിരി മുഴങ്ങി. സാരഥിയായി യുവാവ് കടിഞ്ഞാൺ പിടിച്ചു. കുതിരയെ നയിക്കുവാൻ തുനിഞ്ഞു. അതിനകം കുതിരയുടെ കടിഞ്ഞാണിൽ ബലരാമൻ കടന്നു പിടിച്ചു. എത്ര ശ്രമിച്ചിട്ടും കുതിരയ്ക്ക് മുമ്പോട്ട് കുതിക്കുവാനായില്ല. മുൻകാലുയർന്ന് കുതിര നിന്നു. ബലരാമൻ രഥമൊന്ന് ഉലച്ചു. മേനാവിൻ്റെ മുകൾ മുടിയോടൊപ്പം യുവാവും താഴെ വീണു. രഥത്തിൽ ഭയവിഹ്വലരായ 2 കുമാരിമാർ ഇരുന്നിരുന്നു. താഴെ വീണ യുവാവ് കുതിച്ചെഴുന്നേറ്റു. പൊടി തുടയ്ക്കാതെ രോഷത്തോടെ അവൻ ബലരാമന്റെ നേരെ കുതിച്ചു.
പക്ഷെ നിന്നിടത്ത് തന്നെ അവൻ വന്നു നിന്നു. ഹരി അവൻ്റെ തോളിൽ ബലമായി തടഞ്ഞു നിർത്തി. എടാ കാലിച്ചെറുക്ക, ഞാൻ ആരാണെന്നറിയാമോ? വിദർഭയിലെ രാജകുമാരൻ രുക്മി. കംസന്റെ അതിഥിയാണ് ഞാൻ. അനേകം ഗജങ്ങളുടെ ബലമുള്ള എന്നെ തടയുവാൻ നിനക്കാവുകയില്ല. ഇപ്പോൾ എന്നെ നിനക്ക് മനസ്സിലായോ? മനസ്സിലായി, ശ്രീകൃഷ്ണൻ തുടർന്നു. നിന്റെ രാജാവിനോട് പറയുകയും വേണം ഈ കഥ. നിനക്കും അദ്ദേഹത്തിനും ഇതിൽ ഓർത്ത് രസിക്കുവാൻ ധാരാളം വകയുണ്ട്. ഇങ്ങനെ പറഞ്ഞ് കൃഷ്ണൻ അവനെ പൊക്കിയെടുത്ത് രഥത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഭീകര ശബ്ദത്തോടെ രഥത്തിൽ വീണ അവൻ ഒന്ന് ഞരങ്ങി. കേശവൻ ജനക്കൂട്ടത്തോട് ചോദിച്ചു, നിങ്ങൾ പറയുവിൻ, ഇവനെ കൊല്ലണമോ? ജനങ്ങൾക്കിടയിലേക്ക് രഥമോടിച്ച ഇവൻ കഠിനമായ അപരാധമാണ് കാണിച്ചത്. രാജകുലത്തിന് ചേർന്ന കർമ്മമല്ല അത്. അതുകൊണ്ട് വധാർഹനാണ് ഈ ദുഷ്ടൻ. പക്ഷെ 2 സ്ത്രീകൾ ഇവനോടൊപ്പമുണ്ട്. അവരോട് നാം മര്യാദാപൂർവം പെരുമാറണം. അത് യാദവരുടെ ധർമ്മമാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായം പോലെ. 2 സ്ത്രീകളിൽ ഒരുവൾ തൊഴുകൈയോടെ പറഞ്ഞു, എൻ്റെ സഹോദരനാണ്, അവിവേകം പൊറുക്കണം. രാജകുമാരി, ഇത് നിന്റെ സഹോദരനായിരുന്നുവോ? അവൻ കാണിച്ച പ്രവൃത്തി രാജകുമാരന്മാർക്ക് യോജിച്ചതല്ല. ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ആരെങ്കിലും വണ്ടി ഓടിച്ച് കയറ്റുമോ? കൃഷ്ണൻ ചോദിച്ചു. രാജകുമാരിയുടെ നീൾമിഴികളിൽ നനവുതിർന്നു. ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു, അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ, യോഗ്യമായത് ചെയ്യുക. കൃഷ്ണൻ ചോദിച്ചു, ഇവിടെ നിൽക്കുന്നവരിൽ തേരോടിക്കുവാൻ ആർക്കറിയാം? ഒരാൾ മുമ്പോട്ട് വന്നു. നീ ഈ രഥം യാഗശാലയുടെ മുമ്പിൽ നിർത്തിയിട്ട് പോരൂ. അകത്തേക്ക് പോകരുത്. പിന്നെ രുക്മിയെ നോക്കി പറഞ്ഞു, താടിയും മീശയും പുരുഷന്മാർക്കുള്ളതാണ്. നിന്റെ സഹോദരി നിന്നെ രക്ഷിച്ചു. ഇനിയും അങ്ങനെ തന്നെ വരും. ഇപ്പോൾ പൊയ്ക്കോളൂ. കാലിച്ചെറുക്കന്മാരിലും കരബലശാലികളുണ്ടെന്ന് അറിഞ്ഞുവല്ലോ. രുക്മി എന്തോ പറയുവാൻ ഭാവിച്ചു. രുക്മിണി അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു. ജനങ്ങൾ വഴിമാറി. തേര് ചലിച്ചു. രുക്മിണിയുടെ കണ്ണുകൾ അപ്പോഴും കേശവനിൽ തന്നെയായിരുന്നു. കേശവനും വിദർഭ രാജകുമാരിയെ വീക്ഷിക്കാതിരുന്നില്ല. നീൾമിഴിത്തുമ്പിൽ അടർന്നു വീഴാതെ പറ്റി നിന്ന കണ്ണുനീർ തുള്ളിയും ആ മുഖവും എങ്ങനെ മറക്കും? വശ്യമായ ആ വദനത്തിൽ ദൃശ്യമായത് ഐശ്വര്യം കലർന്ന ശാലീനതയാണ്. കുറേ നേരം കൂടി മധുരയിലെ തെരുവുകളിൽ നടന്ന ശേഷം കേശവൻ അതിഥി മന്ദിരത്തിൽ എത്തി. അപ്പോഴും വമ്പിച്ച ജനക്കൂട്ടം മുകുന്ദനെ പൊതിഞ്ഞുണ്ടായിരുന്നു. ആ രാത്രി കംസന് കാളരാത്രിയായിരുന്നു. നിദ്രാദേവി അദ്ദേഹത്തെ പുൽകിയതേയില്ല. കണ്ണടച്ചാൽ കാണുന്നത് മാധവനെയാണ്. ആ രൂപം എങ്ങനെയൊന്ന് വ്യവച്ഛേദിക്കുവാൻ കംസന് കഴിഞ്ഞില്ല. ആകാശത്തോളം വളർന്ന ശരീരം, പാതാളത്തോളം താഴ്ന്ന കാലുകൾ, നവഗ്രഹങ്ങളെ അതിക്രമിക്കുന്ന കരങ്ങൾ, അതിൽ ലോകത്തിലെ എല്ലാ ആയുധങ്ങളും വിളങ്ങുന്നു. കംസൻ പരിഭ്രമിച്ച് എഴുന്നേറ്റ് മഞ്ചത്തിൽ തനിയേയിരുന്നു. പുറത്ത് നായ്ക്കൾ ഓലിയിടുന്നു. കൂമൻ്റെയും കുറ്റിച്ചൂളാൻ്റെയും ശബ്ദം ശ്രവണത്തിൽ മുഴങ്ങുന്നു. കംസന്റെ പരിഭ്രാന്തമായ മനസ്സിലൂടെ ഭീതിതങ്ങളായ സ്വപ്നദൃശ്യങ്ങൾ കടന്നുപോയി. മധുരയിൽ ഒരു ധൂമകേതു ഉദിച്ചിരിക്കുന്നു. അതിൻ്റെ നീളമുള്ള വാലറ്റം കൊട്ടാരത്തിൻ്റെ മുകളിൽ അവസാനിക്കുന്നു. വാതായനത്തിലൂടെ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കംസൻ കണ്ടത്. ധൂമകേതുവിൻ്റെ വാലറ്റം കത്തിപ്പുകയുന്നു. ഒരു നിമിഷത്തിനുള്ളിൽ അതടർന്ന് കൊട്ടാരത്തിൽ പതിക്കുന്നു. ഞെട്ടിപ്പിടഞ്ഞ കംസൻ മട്ടുപ്പാവിൽ കയറി. ഒന്നും കാണുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആകാശത്തിലേക്ക് നോക്കി. രക്തമുറയുന്ന കാഴ്ചയാണ് രാജാവ് കണ്ടത്. നക്ഷത്രങ്ങൾ കത്തിയെരിയുന്നു എന്നല്ല, അത് കൊട്ടാരത്തിലും പൂന്തോട്ടത്തിലും കത്തി ഇറങ്ങുന്നു. മാംസം കരിയുന്ന ഗന്ധം എവിടെയും തിങ്ങി നിൽക്കുന്നു. കംസൻ പിന്നെയും മഞ്ചത്തിൽ വന്നിരുന്നു. വാതായനങ്ങളിലൂടെ നാഗങ്ങൾ ഇറങ്ങി വരുന്നത് പോലെ കംസന് തോന്നി. മഞ്ചത്തിൽ വീണവ പൊളയുന്നുവോ? തന്നെ വിഴുങ്ങാനല്ലേ അവ പാഞ്ഞു വരുന്നത്? മധുരേശൻ ഞെട്ടി വിറച്ചെഴുന്നേറ്റ് ചുറ്റും നോക്കി. എവിടെയും നാഗങ്ങൾ. ഒറ്റപ്പത്തി മുതൽ 1000 പത്തി വരെയുള്ളവ. അറയ്ക്കകത്ത് അവ പുളയുന്നതായി മധുരേശൻ അനുഭവപ്പെട്ടു. ഭയവും പരിഭ്രമവും കംസന്റെ ശക്തിയെ ചോർത്തിക്കളഞ്ഞു. കംസൻ അന്തഃപുരത്തിലേക്ക് വേച്ച് നടന്നു.
ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. കുബ്ജയുടെ പുണ്യം എന്ന ഈ ഭാഗം അവസാനിച്ചിരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു ഭാഗവുമായി എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.